അടുത്ത ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് വേണോ വേണ്ടേ? ഫസ്റ്റ് ഇയറിലൊന്നും പോയി ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന് വേണ്ടി നോക്കാതിരിക്കുക. എനിക്ക് പറ്റിയതുപോലെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ റീസെൻ്റ്ലി NIT കാലിക്കറ്റിൽ നിന്ന് BTech എഞ്ചിനീയറിംഗ് തീർത്തിട്ടേ ഉള്ളൂ. തീർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഇയർ ടു ഫോർത്ത് ഇയർ എന്തൊക്കെ കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് എഞ്ചിനീയറിങ്ങിന് കയറുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിലൊക്കെ ഉള്ളവരാണെങ്കിലോ ഒക്കെ എൻ്റെ ഒരു BTech ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ്, അതാണല്ലോ നമ്മുടെ ചാനലിൻ്റെ ഒരു മെയിൻ ഉടായ്പ ടിപ്സ്. പക്ഷെ ഇത് ഉടായ്പല്ല, പ്രോപ്പറായിട്ട് ഓരോ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ഫോളോ ചെയ്താൽ മാക്സിമം ഗുണം ഉണ്ടാവുന്ന കുറച്ച് ടിപ്സ്, ഒരു 10 ടിപ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നു. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ടിപ്പ്, റെക്കോർഡ് ഓൾ യുവർ വർക്ക്സ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം ഒരു റെസ്യൂമെയിലാക്കി ഇൻ്റർവ്യൂവേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ നോക്കും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ ഇത്രയും വലിയ ഒരു പീരീഡ് ഓഫ് ടൈം ആണല്ലോ നമ്മുടെ സ്റ്റഡി, 4 വർഷമാണല്ലോ. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അവസാനമാണ് നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കുന്നതെങ്കിൽ, നിങ്ങളൊരു ക്ലബിൻ്റെ കൺവീനറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നുപോയേക്കാം. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അപ്പോൾ റെസ്യൂമെയിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത് ഒന്നാമത്തെ ടിപ്പായിട്ട് അവിടെ നിൽക്കട്ടെ. 2, നല്ല ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കുക. ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുന്നതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഫൺ ചെയ്യാം, അവരുമായിട്ട് ട്രിപ്പ് പോവാം, അങ്ങനെ അവരുമായിട്ട് കോമഡി പറഞ്ഞിരിക്കാം, തമാശയാക്കാം. ഈ എഞ്ചിനീയറിംഗ് ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രെസ്ഫുൾ ഒന്നുമല്ല, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഈ 4 വർഷം ഉള്ളത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ ഒപ്പമാണ്, അവരാണ് നമ്മളാക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് രണ്ടാമത്തെ കാര്യം, അതായത് ഫ്രണ്ട്സിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എല്ലാ ടോപ്പിക്സും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാത്ത കാര്യങ്ങൾ നമുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതും വളരെ ഫൺ ആൻഡ് എഫക്റ്റീവ് വേയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ടീച്ചർമാർ പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് 5 മിനിറ്റിൽ പറഞ്ഞു തരും, സൂപ്പറായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, മേക്ക് ഗുഡ് ഫ്രണ്ട്സ് സർക്കിൾ. മൂന്നാമത്തെ പോയിന്റ്, നല്ല നെറ്റ്വർക്കിംഗ് വേണം. അതായത് എല്ലാവരോടും ഒരു നല്ല റിലേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വരുന്നത് നിങ്ങളിപ്പോൾ പിന്നീടാണ്. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാവില്ലേ? മീശമാധവനിൽ പറയുന്ന പോലെ, പിള്ളേച്ച എന്തിനാ ഇപ്പോൾ അവിടെ കുഴിച്ചിട്ടത്, അതിൻ്റെ ഉദ്ദേശം നിനക്കിപ്പോൾ മനസ്സിലാവില്ല എന്ന് പറയുന്നത് പോലെ, നിങ്ങളൊരു ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ മറ്റ് കമ്പനീസിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ഹാവ് എ ഗുഡ് നെറ്റ്വർക്ക്. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്സ് ആവണമെന്നല്ല, എല്ലാവരോടുമായിട്ടും ഒരു കണക്ഷൻ വേണം. നമ്മളെ 4 ആൾ അറിയണം കോളേജിൽ. ഓക്കെ, അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഫിസിക്സ് വാല അവതരിപ്പിക്കുന്ന ഗേറ്റിൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ട്. ഒന്ന് പോയി കണ്ടിട്ട് ഒരു 1 മിനിറ്റ് എടുക്കുള്ളൂ, എന്നിട്ട് പെട്ടെന്ന് വരണേ, ബാക്കി ടിപ്സ് ഉണ്ട്. 12ാം ക്ലാസ്സിന് ശേഷം IIT പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി എഞ്ചിനീയറിങ്ങിന് ശേഷം MTech വഴി IITസിലൊക്കെ പഠിക്കാനും NITസിലൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ PSUs, അതായത് ഇന്ത്യയിലെ ടോപ്പ് ഗവൺമെൻറ് ഒഫീഷ്യൽ ജോബ്സ് നേടാനും നമ്മളെ സഹായിക്കുന്ന എക്സാമാണ് ഗേറ്റ് എക്സാം. അപ്പോൾ ഗേറ്റ് ക്രാക്ക് ചെയ്ത് നല്ല റാങ്ക് വാങ്ങിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫിസിക്സ് വാല അവതരിപ്പിക്കുന്ന ഗേറ്റ് വാല. അപ്പോൾ അവർ കുറച്ച് പുതിയ കോഴ്സസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു പാർട്ട് ഓഫ് ദി വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ പരാക്രം 2.0 B ബാച്ച്. ഇത് 2024 ഗേറ്റ് എക്സാം ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഇതിനോടൊപ്പം തന്നെ ESC, അതായത് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, PSUസിന് വേണ്ടിയിട്ടുള്ള എക്സാം, ഗേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ശ്രേഷ്ഠ ബാച്ചും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രേഷ്ഠ ബാച്ച് 2025 ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചാണ്. 13,999 രൂപയാണ് ഈ എൻറ്റയർ സീരീസ് ഓഫ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചിൻ്റെ ടോട്ടൽ കോഴ്സ് ഫീസ്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ ബാച്ചുകാർക്കായിരിക്കും ഈ ഒരു
ബാച്ചിലേക്ക് അഡ്മിഷൻ. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് വിജയ് ഗേറ്റ് 2024 കോഴ്സ്. ഇത് റാങ്ക് ഇംപ്രൂവ്മെൻറ്റിനും ഡ്രോപ്പേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസിന് വേണ്ടി മാത്രം, ജനറൽ സ്റ്റഡീസിന് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി മാത്രം നോക്കുകയാണെങ്കിൽ കൂടി അങ്ങനെ ഒരു സ്പെഷ്യൽ ബാച്ചും ഉണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാനും സാധിക്കും. ഗേറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എല്ലാ ബാച്ചുകാർക്കും, അതായത് കമ്പ്യൂട്ടർ സയൻസ്, IT, സിവിൽ, ഇലക്ട്രിക്കൽ എല്ലാ ബ്രാഞ്ചുകാർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചുകളുടെ പ്രത്യേകത, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, മികച്ച രീതിയിലുള്ള ടെസ്റ്റ് സീരീസ്, 90+ ടെസ്റ്റുകൾ അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഡൗട്ട് സോൾവിങ് സെഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മറ്റൊരു രസകരമായ കാര്യം ഇവരുടെ ബുക്സ് ആണ്. അപ്പോൾ ഈ ബുക്സിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ കഴിയുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലൂസീവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ അടിയിലും QR കോഡ്, ആ QR കോഡ് നമ്മൾ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ക്വസ്റ്റ്യൻ്റെ യൂട്യൂബ് വീഡിയോ സൊല്യൂഷൻ കിട്ടും. അങ്ങനെ മികച്ച രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AB500 ഉപയോഗിക്കുക, AR500 ഉപയോഗിക്കുക. ഓക്കെ. അടുത്ത 4ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും പുതിയ ബുക്കുകൾ വാങ്ങാൻ നിൽക്കരുത്. പൈസ കൊടുത്ത് പുതിയ ബ്രാൻഡ് ന്യൂ ബുക്സിൻ്റെ ആവശ്യം ഇല്ല. അതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, ആ ബുക്സിലൊക്കെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. നമുക്കതിലെ ചെറിയ ഏതെങ്കിലും പാർട്ട് മതിയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആയിരക്കണക്കിന് രൂപ മുടക്കി വെറുതെ ബുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 2ാമത്തെ റീസൺ, ഇതേ ബുക്സ് നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തുണ്ടാവും, നമ്മുടെ കോളേജ് ലൈബ്രറിയിലുണ്ടാവും, അല്ലെങ്കിൽ തന്നെ നെറ്റിൽ അതിൻ്റെ PDF വെർഷൻ ഉണ്ടാവും. എന്തിന് വെറുതെ പൈസ കളയണം? ഓക്കെ. അപ്പോൾ അതാണ് 4ാമത്തെ ടിപ്പ്, ഡോണ്ട് ബൈ ന്യൂ ബുക്സ്. ഓക്കെ. ഇനി 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഗ്രേഡ്സിനെ കുറിച്ച് അധികം ടെൻഷൻ അടിക്കരുത്. ഓക്കെ. എന്ന് വെച്ച് ഗ്രേഡ്സ് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. ഓക്കെ. നമുക്ക് ഒരു 7.5+ CGPA ഉണ്ടെങ്കിൽ എല്ലാ കമ്പനീസിലും നമുക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. 7.5 ഈസ് ദി കട്ട് ഓഫ് ഗൈസ്. 7.5 അതിന് പുറകിലാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എല്ലാത്തിനും അറ്റൻഡ് ചെയ്യണമെന്നില്ല. നല്ല കമ്പനീസ്, ടോപ്പ് കമ്പനീസ് CGPA കൺസിഡർ ചെയ്യില്ല. ഒരു 6+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അതാണ് ഇപ്പോൾ കോൺട്രാഡിക്ഷൻ ആയി എന്ന് നിങ്ങൾ വിചാരിക്കും. CGPA കൺസിഡർ ചെയ്യില്ല എന്ന് ഒരു തവണ പറഞ്ഞിട്ട് ഒരു 6+ ഒക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അങ്ങനല്ല. 6+ എന്ന് പറയുന്നത് ഡീസൻറ്റ് ഗ്രേഡാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ഒരു 7 ഒക്കെ ആണെങ്കിൽ കമ്പനീസ് പിന്നെ നോക്കുന്നത് സ്കിൽ സെറ്റാണ്, അല്ലാതെ നിങ്ങളുടെ ഗ്രേഡ്സ് അല്ല. പിന്നെ ആദ്യത്തെ കമ്പനിയിലേക്ക് കയറുമ്പോൾ മാത്രമാണ്, ഈ എക്സാം എഴുതാൻ വേണ്ടി മാത്രമാണ് ഈ CGPA കട്ട് ഓഫ് വരുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ സ്കിൽ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്ത കരിയർ ഗ്രോത്ത്. ഓക്കെ. അത് നല്ലൊരു വാക്കായിരുന്നു, കരിയർ ഗ്രോത്ത്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ആങ്ഷ്യസ് ആവാൻ പാടില്ല. പലപ്പോഴും നിങ്ങൾക്ക് തോന്നും, ഇത് ഞാൻ വരേണ്ടുന്ന സ്ഥലമാണോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇത് എല്ലാവർക്കും തോന്നുന്നതാണ്. കാരണം എൻജിനീയറിങ് അങ്ങനെയാണ്. എൻജിനീയറിങ്ങിൽ പല സമയത്ത് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്ത പോലെ തോന്നും. എന്തുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ MTDS എന്ന് പറയുന്ന എക്സാം, ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നടന്നു വരുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു PDF ആയിട്ട് തന്നതിലെല്ലാം ഏകദേശം എല്ലാം 90% ഓർമ്മയുണ്ടായിരുന്നു. അവരൊക്കെ എഴുതി. എനിക്കതങ്ങോട്ട് ഓർമ്മ നിൽക്കുന്നില്ല. ഒരു വലിയൊരു സർക്യൂട്ട് ഡയഗ്രവും അതിനകത്തെ പാർട്സിൻ്റെ ലേബലിങ്ങും ആ ലേബലിങ്ങിൻ്റെ സബ് ഡയഗ്രാംസും ഒക്കെ ആയിട്ട് ഞാൻ ആ എക്സാമിന്, ആ സബ്ജക്റ്റിന് എനിക്ക് C ഗ്രേഡാണ് കിട്ടിയത്. ഓക്കെ. അപ്പം ഞാൻ ആ എക്സാം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഇങ്ങനെ ആലോചിച്ചു, ഇത് എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ഇത് പറ്റുന്നില്ല. അപ്പോഴാണ് അതിന് ശേഷമുള്ള പരീക്ഷകളിൽ എനിക്ക് നല്ല ഗ്രേഡും ബാക്കിയുള്ളവർക്കൊക്കെ ആവറേജ് ഗ്രേഡും കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ സബ്ജക്റ്റും ഓരോരുത്തർക്കുള്ളതാണ്. ചില സബ്ജക്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും, പക്ഷെ അതിൻ്റെ അടുത്ത സബ്ജക്റ്റ് നമ്മൾ നന്നായിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ആങ്സൈറ്റിയുടെ ഒന്നും കാര്യം ഇല്ല. ഇപ്പം എത്രാമത്തെ ടിപ്പാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. മാക്സിമം ഫോട്ടോസും വീഡിയോസും എടുക്കുക. കാരണം ഈ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലേ വരും. നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം ട്രിപ്പ് പോകുന്നു, നമ്മൾ കോളേജിൽ വെറുതെ കൂട്ടുകാരോടൊപ്പം ചായ കുടിച്ചിരിക്കുന്നു, നമ്മൾ വെളിയിൽ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതൊക്കെ ലൈഫിലെ പ്രഷ്യസ് മൊമെൻറ്റ്സ് ആണ്. ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ,
നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ, ആ പഴയ കാലത്തിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇപ്പം നമ്മളെടുക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുക മാക്സിമം. ഓക്കെ, അടുത്തത് ഒരു നല്ല ടിപ്പാണ്. ഡോണ്ട് ബി ടോക്സിക്, ഡോണ്ട് ബി കോമ്പറ്റേറ്റീവ്. എല്ലാവർക്കും നല്ല ഗ്രേഡ് കിട്ടണം, എല്ലാവരും പാസ്സാവണം. അപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ ചില ആൾക്കാർ ഒരു പരീക്ഷ കഴിഞ്ഞ് ഓടി വന്ന് ചോദിക്കും, എടാ അഭിരാമേ എത്ര മാർക്ക് കിട്ടി? എന്തിനാ അവൻ അറിഞ്ഞിട്ട് എന്തിനാ? നമുക്ക് അവനേക്കാളും കുറവാണെങ്കിൽ ഒരു സന്തോഷം. അതാണ്, അങ്ങനെ ആവാൻ പാടില്ല. എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കാം, പക്ഷെ അത് എന്തിനാവണം? എല്ലാവർക്കും ജനറലി എത്ര ആണ് എന്നൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചോദിക്കാം. പിന്നെ ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടുമ്പോൾ എത്ര പൈസ, നിനക്ക് എത്ര പൈസ കിട്ടി, എനിക്ക് എത്ര പൈസ കിട്ടി, അയ്യോ അവൻ 50,000 കൂടുതൽ, എനിക്ക് 10,000 ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും? നമുക്കൊന്നും ഇന്റേൺഷിപ്പ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ടോക്സിക് മൈൻഡ് സെറ്റ് പാടില്ല. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക, നമുക്ക് മാക്സിമം വൈബാക്കുക. ഓക്കെ, എഞ്ചിനീയറിംഗ് ലൈഫിൽ ഒരിക്കൽ വരുന്ന സാധനമാണ്, മാക്സിമം എൻജോയ് ചെയ്യുക. അടുത്ത ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് വേണോ വേണ്ടേ? ഇതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇയറിലൊന്നും പോയി ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ടിന് വേണ്ടി നോക്കാതിരിക്കുക, എനിക്ക് പറ്റിയതുപോലെ. അപ്പോൾ അത് ആദ്യമൊക്കെ നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ആ വൈബ് മനസ്സിലാക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. കാരണം ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് പൊട്ടിയാലും നമുക്ക് പോയി കരയാനൊക്കെ ആൾക്കാർ വേണമല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗ്യാങ് ആദ്യം ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം സമയമുണ്ടല്ലോ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഇതൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക. എന്നിട്ട് പണി വാങ്ങിക്കരുത്. ഇതിപ്പോൾ അഭിരാം ചേട്ടൻ പറഞ്ഞ സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ പോയി ആക്കാം എന്നും പറഞ്ഞ് പോകരുത്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ബോയ്സ് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റിജക്ഷൻസ്. അതായത് നമ്മൾ പോയി ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയും, അവൾ പറയും പറ്റൂല എന്ന്. ഇതൊക്കെ അപ്പോൾ നിങ്ങൾ പോയിട്ട് എന്ത് പറയാം, അവൾ തേച്ചെന്ന് പറയും. ഇതൊന്നും നമ്മുടെ സ്റ്റാൻഡേർഡിന്, നമ്മളൊരു എൻജിനീയറിങ് ആളാണ്, നമുക്കായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കാതിരിക്കുക. അതൊക്കെ പാർട്ട് ഓഫ് ദ പ്രോസസ് ആണെന്ന് വിചാരിക്കുക, മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അതൊരു ടിപ്പായിട്ടൊന്നും വിചാരിക്കേണ്ട, അതൊരു ബോണസ് ഇതായിട്ട് കണ്ടാൽ മതി. അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ, ക്ലാസ് കട്ട് ചെയ്യുന്നത് ഒരു തെറ്റല്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി സമയം ചിലവാക്കണമെങ്കിൽ, നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു തെറ്റൊന്നും അല്ല. പക്ഷേ അറ്റൻഡൻസ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഒരുപാട് നോളജ് ഒന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവന് പോലും 100% മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ നമ്മളെ കാര്യം പറയണം. എന്തായാലും അതിൽ കുറ്റബോധം ഒന്നും വേണ്ട. മാക്സിമം ഒരു 75% അറ്റൻഡൻസ് ആണ് കോളേജ് പറയുന്നതെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവസാനം പ്രൊഫസറിൻ്റെ കാലിൽ പോയി വീഴേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്ലാസ് കട്ട് ചെയ്യുന്നതിൽ വിഷമിക്കണ്ട. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഓൺലൈനായിട്ട് പഠിക്കുക. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സോഴ്സാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. ഞാനൊക്കെ എല്ലാം പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്, ഈസി. ഓക്കെ, അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ പ്രൊഫസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഒരു 70% യൂട്യൂബിൽ നിന്ന് തന്നെയാണ് നമുക്ക് കണ്ടന്റ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ടിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉപയോഗിച്ചോളൂ, അതിൻ്റെ ഒപ്പം തന്നെ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സൈറ്റും ഉപയോഗിക്കുക. കാരണം ലിങ്ക്ഡിൻ വഴിയാണ് ഇന്നത്തെ തലമുറ ജോലി നേടുന്നത്, അറിവ് നേടുന്നത്. ലിങ്ക്ഡിൻ അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു അക്കൗണ്ട് എടുക്കുക. ഓക്കെ, പിന്നെ പൈസ മാനേജ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട്, നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ എക്സ്ട്രീംലി റിച്ച് ആയിരിക്കും, അവർ പൈസ ചിലവാക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ അതേപോലത്തെ സാധനങ്ങൾ പോകാതിരിക്കുക. മിനിമലിസ്റ്റ് ആവുക. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ആഡംബരമായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് വേണമെന്നില്ല. 2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് കോളേജിൽ പഠിക്കുന്നവന് ആവശ്യമില്ല. ഓക്കെ, ഒരു 30,000-40,000 നല്ല ലാപ്ടോപ്പ് i3 അല്ലെങ്കിൽ i5 കിട്ടിയാൽ അത് മതി. നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കാതെ ഒരു മിനിമലിസ്റ്റിക്, എന്നാൽ തീരെ അങ്ങ് പിശുക്കനാവാതെ ജീവിക്കുക. അങ്ങനെയാണ്. നമ്മൾ അധികം പൈസ ചിലവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത ടിപ്പായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യാം, ഒറ്റയ്ക്കുള്ള യാത്രകൾ നടത്താം. നമ്മൾ ഈ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ടൂറൊക്കെ പോവാം, വെക്കേഷൻ സമയത്തൊക്കെ. അത് നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് എക്സ്പോഷർ തരുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു ട്രിപ്പ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ബിഹേവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ട്രിപ്പുകളാണ് ഇതൊക്കെ. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് അടി ഉണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളൊരു കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.